ഹലോ ഫ്രണ്ട്സ്, സോണൽ സാറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാറിലെ നോർമൽ സ്റ്റീരിയോയിൽ എങ്ങനെ നമുക്കൊരു ബ്ലൂടൂത്ത് ആഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടില്ല ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കന്ന് ഇനി വർക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഈ ചെയ്യാനായി ആദ്യമായി ആവശ്യമുള്ള ഇതേപോലത്തെ 5 വോൾട്ടിൻ്റെ ബ്ലൂടൂത്ത് ചിപ്പാണ്. പിന്നെ അടുത്തതായി ആവശ്യമുള്ള ഇതേപോലത്തെ മൈക്രോ USB ഫീമെയിൽ പോർട്ട്, പിന്നെ 3 പിൻ ഓഡിയോ ജാക്ക്. ഇനി ആവശ്യമുള്ള ഇതേപോലത്തെ ഒരു PVC പൈപ്പാണ്. പിന്നെ ഇതേപോലത്തെ ഒരു കുഞ്ഞ് PVC പൈപ്പ്, ചെറിയ പീസ് PVC പൈപ്പ്. അപ്പം ബ്ലൂടൂത്ത് ചിപ്പിലെ പിന്നിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ടോട്ടൽ 5 പിന്നുണ്ടാവും. അതിൽ മേലത്തെ മൂന്നെണ്ണം ഒരുമിച്ചില്ലെന്ന് വെച്ചാൽ മേലത്തെ ലെഫ്റ്റ്, പിന്നെ നടുക്കത്തെ ഗ്രൗണ്ട്, പിന്നെ റൈറ്റ്. അതാണ് ലെഫ്റ്റ് ഔട്ട്, ഗ്രൗണ്ട്, R ഔട്ട് എന്ന് എഴുതിയിട്ടില്ല. പിന്നുള്ളത് +5 വോൾട്ട് എന്നുള്ളത്, പിന്നെ ഗ്രൗണ്ടും. അങ്ങനെ 2 പിന്ന്. അതെന്ന് വെച്ചാൽ +5 വോൾട്ട് എന്ന് എഴുതിയ പിന്നിൽ നമ്മൾ ഇപ്പം ബാറ്ററി ആണെങ്കിലും അല്ലെങ്കിൽ USB സോക്കറ്റ് അത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ പോസിറ്റീവ് കണക്ട് ചെയ്യുക, ഗ്രൗണ്ടിൽ നെഗറ്റീവ് കണക്ട് ചെയ്യുക. അങ്ങനെയാണ് അതിൽ കണക്ഷൻ വരുന്നത്. ഗ്രൗണ്ടിൽ നെഗറ്റീവും 5 വോൾട്ട് ചെയ്തെടുത്ത് പോസിറ്റീവും. ഇനി നമുക്ക് ഓഡിയോ ജാക്കിലെ പിന്നിനെ പറ്റി പരിചയപ്പെടാം. അപ്പോൾ ഇപ്പം കാണിക്കുന്ന പിന്നിന്, അതായത് നടുക്ക് വരുന്ന പിന്നെന്ന് വെച്ചാൽ ലെഫ്റ്റാണ്. പിന്നെ അതിന് ശേഷം കുറച്ചും കൂടി വലുതായിട്ടുള്ള പിന്ന് റൈറ്റ്, പിന്നെ ഏറ്റവും വലിയ പിന്നാണ് ഇതിലെ ഗ്രൗണ്ട്. അപ്പോൾ ഇങ്ങനെ 3 പിന്നാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ഈ PVC പൈപ്പിന്, അതായത് ആ ചെറിയ PVC പൈപ്പിന് നമുക്കൊന്ന് PVC ഷീറ്റ് ആക്കാനുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി വലിയ നേരത്തെ കാണിച്ച PVC പൈപ്പിൻ്റെ 2 സൈഡിലെ ക്യാപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ PVC ഷീറ്റ് ആക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ കാർഡ്ബോർഡോ എന്തെങ്കിലും ആയിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കട്ട് ചെയ്യാനുണ്ട്. ഇതിനായിട്ട് സിസേഴ്സോ അല്ലെങ്കിൽ ആക്സോ ബ്ലേഡോ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ടൈൽസിൻ്റെ പീസോ അല്ലെങ്കിൽ വുഡൻ്റെ ബോർഡോ എന്തെങ്കിലും ആവശ്യമുണ്ട്. ഇതേപോലത്തെ 2 ആവശ്യമുണ്ട്. ഒന്ന് പ്രസ് ചെയ്യാനും ഒന്ന് അടിയിൽ വെക്കാനും. അപ്പോൾ അടിയത്തെ സർഫസ് ഫ്ലാറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു പീസ് മതി, ഒരു വുഡൻ പീസോ ഒരു ടൈൽസോ മതി. ഇപ്പോൾ ഫ്ലാറ്റ് അല്ലാതെ കൊണ്ടാണ് ഞാനിപ്പം 2 ടൈൽസിൻ്റെ പീസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ PVC പൈപ്പിനെ നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരു ലൈറ്റർ ആയിട്ട് ഉപയോഗിച്ച് ചെറിയ രീതിയിൽ ചൂടാക്കുക, അധികം ചൂടാക്കരുത്, ഉരുക്കിപ്പോവും. അപ്പോൾ ചെറിയ രീതിയിൽ ചൂടാക്കുക. അതിനുശേഷം ബെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ആദ്യം കൈനെ കൊണ്ടൊന്ന് കുറച്ച് ബെൻഡ് ചെയ്യുക. കൈനെ കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഒന്ന് ബെൻഡ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ടൈൽസിൻ്റെ പീസ് അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ഇങ്ങനെ ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ പ്രസ് ചെയ്ത് കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. അതായത് ചൂടാക്കുക, എന്നിട്ട് ആ ഒരു ടൈൽസിൻ്റെ പീസിനെ കൊണ്ട് പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ഷീറ്റ് പോലെ തന്നെ കിട്ടും, കറക്റ്റ് ഷീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതേപോലെ ചൂടാക്കുക, പിന്നെ ഒന്നും കൂടി പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കറക്റ്റ് PVC ഷീറ്റായിട്ട് സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ എടുത്ത് വെച്ചാൽ PVC പൈപ്പ്, അതിൻ്റെ കറക്റ്റ് ആ ഒരു എൻഡ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 എൻഡ് നമ്മൾ മാർക്ക് ചെയ്യണം, സർക്കിൾ. എന്നിട്ട് ആ ഒരു ഇതിൽ കട്ട് ചെയ്യണം. അതാണ് നമ്മൾ ഇനി അടുത്തതായി ചെയ്യേണ്ടത്. കാരണം ഇതിന് ക്യാപ്പാക്കാനാണ്, ഇതിൻ്റെ ഒരു 2 സൈഡിലൊരു ക്യാപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഒരു സിസർ ഉപയോഗിച്ച് നമുക്ക് ആ 2 സർക്കിളും കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ 2 സർക്കിളും കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ 2 സർക്കിളിൽ ഹോൾ ഇട്ട് കൊടുക്കണം. അതെന്തിനാ വെച്ചാൽ ഒന്നിൽ നമുക്ക് ഈ ഓഡിയോ ജാക്ക് ഫിറ്റ് ചെയ്യണം, രണ്ടാമത്തേൽ നമുക്ക് USB സോക്കറ്റ്, ഫീമെയിൽ പോർട്ട് സോക്കറ്റ്, അത് നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി 2ലും ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 2 സർക്കിളിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സർക്കിളിൽ ഞാനിപ്പം മൈക്രോ USB സോക്കറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ സർക്കിളിൽ നമുക്കിനി ഓഡിയോ ജാക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വേണം ഫിറ്റ് ചെയ്യാൻ. ഇനി നമുക്കിതിൻ്റെ കണക്ഷൻസൊക്കെ നോക്കാം. അപ്പം ഇതിലെ കണക്ഷൻസ് ഗ്രീൻ വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ അത് നമ്മൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ കണക്ട് ചെയ്യണം. പിന്നെ പോസിറ്റീവ് 5 വോൾട്ടിൻ്റെ ഇതിലും. ഇനി നമുക്ക് ഈ 3 കണക്ഷൻ കൊടുക്കാം, ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട്. അപ്പോൾ ആദ്യത്തേത് കണക്ട് ചെയ്യുക, എല്ലാം 3 ഡിഫറെൻറ്റ് കളർ കണക്ട് ചെയ്യുക. അതാകുമ്പം കണക്ഷൻസൊക്കെ കുറച്ചും കൂടി സിമ്പിളാവും. 3 ഡിഫറെൻറ്റ് കളർ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് ആ PVC പൈപ്പിലേക്ക് നമുക്ക് ഈ ബ്ലൂടൂത്തിൻ്റെ ചിപ്പ് നമുക്കിതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇനി നമുക്ക് ഓഡിയോ ജാക്കിൻ്റെ കണക്ഷൻ കൊടുക്കാം. അപ്പം ബ്ലൂ വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ശ്രമിക്കുക. കണക്ഷൻ കറക്റ്റായിട്ട് നോക്കുക. ബോർഡിൽ നോക്കിയിട്ട് കറക്റ്റ് ലെഫ്റ്റ് റൈറ്റും ഗ്രൗണ്ടും കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ കണക്ഷൻ കൊടുക്കുക. ഇനി നമുക്ക് ഗ്രീൻ വയറിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഗ്രീൻ വയർ എന്ന് വെച്ചാൽ ഗ്രൗണ്ടാണ്. അതിനുശേഷം പിന്നെ യെല്ലോ ഇതിൻ്റെ റൈറ്റ്. അപ്പോൾ യെല്ലോ വയർ ഇതിൻ്റെ റൈറ്റ്. അപ്പോൾ കണക്ഷൻസൊക്കെ കറക്റ്റായി ബോർഡ് നോക്കിയിട്ട് തന്നെ കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാം ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഒരു ഫെവിക്വിക്കോ സൂപ്പർ ഗ്ലൂവോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കൊന്ന് ക്യാപ്പൊക്കെ ഒന്ന് ടൈറ്റാക്കി ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യാനെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ക്യാപ്പിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് സാൻഡ് പേപ്പർ വെച്ച് സ്മൂത്ത് ചെയ്തെടുക്കാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ എക്സസൈസിലെ കുറച്ച് ഭാഗങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് സ്മൂത്ത് ചെയ്തെടുക്കുക. അതിനുശേഷം പെയിൻറ്റോ എന്തെങ്കിലും ഇൻസുലേഷൻ ടാപ്പോ വെച്ചിട്ട് നമുക്ക് അതിനൊന്ന് വൃത്തിയായി സെറ്റാക്കി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിങ്ങിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കാറിൻ്റെ സ്റ്റീരിയോ നമുക്ക് ഓക്സ് മോഡിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഓക്സ് മോഡിലാക്കുക. അതിനുശേഷം നമ്മൾ ഈ ബ്ലൂടൂത്ത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്സിൻ്റെ പിന്നിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ബ്ലൂടൂത്തിന് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന ഒരു 5 വോൾട്ടിൻ്റെ സപ്ലൈ കൊടുക്കുന്നത് വെച്ചാൽ ഈ USB വയർ ഇതിൽ കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിലായിട്ട് കറക്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ 12 വോൾട്ട് അഡാപ്റ്റർ വരുന്ന ഈ ഭാഗത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ കാറിൻ്റെ സ്റ്റീരിയോയിൽ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുന്ന ഭാഗത്തും കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏത് ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ 12 വോൾട്ടിൻ്റെ അടയാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 5 വോൾട്ട് തന്നെ കിട്ടും. അപ്പുറമായാലും കുഴപ്പമില്ല, ഏതായാലും പ്രശ്നമില്ല കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബ്ലൂടൂത്ത് ഒന്ന് വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. 3.0 BT എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ നെയിം ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കൊരു പാട്ട് വെച്ച് നോക്കാം. അപ്പോൾ നമ്മളെ ബ്ലൂടൂത്ത് ഇവിടെ കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചിലവ് കുറഞ്ഞ ഒരു ബ്ലൂടൂത്ത് ഡിവൈസാണിത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.